Hi Carrots, Jay and welcome back to my channel. Carrots 2026 വന്നൊരു നോട്ടിഫിക്കേഷനാണ് BROയുടെ നോട്ടിഫിക്കേഷൻ. ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ തന്നെ എല്ലാ കുട്ടികൾക്കുള്ള ഡൗട്ടാണ് ഫോം ഫില്ലിംഗ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്, ഏതൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് എന്നതിനെക്കുറിച്ച്. BROയുടെ നോട്ടിഫിക്കേഷൻ വീഡിയോ ആൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതേ സെയിം ചാനൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ആ ഒരു വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഷെയർ ചെയ്തിട്ടുമുണ്ട്. ഏജ് ലിമിറ്റ് എന്താണ്, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, സെലക്ഷൻ പ്രോസസ്സ്, എല്ലാ കാര്യങ്ങളും. ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം, BROയിലേക്ക് നിങ്ങൾക്ക് തയ്യാറെടുക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ ഫോം ഫില്ല് ചെയ്ത് സെൻഡ് ചെയ്തിരിക്കണം. അതായത് ഓഫ്ലൈൻ ത്രൂ ആണ് ഇവിടെ നിങ്ങൾ ഫോം ഫില്ല് ചെയ്യേണ്ടത്. ഓൺലൈൻ കൂടെ നിങ്ങൾക്ക് ഒരു പ്രോസസ്സും ഇല്ല. ഓൺലി പേയ്മെൻറ്റ് ഓപ്ഷൻ മാത്രമാണ് ഓൺലൈനിൽ കൂടി നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ മിക്ക കുട്ടികൾക്കുള്ള ഡൗട്ടാണ് എങ്ങനെയാണ് ഫോം ഫില്ല് ചെയ്യേണ്ടത്, ആ ഓരോ കോളത്തിലും ഏതൊക്കെ കാര്യങ്ങളാണ് ഫില്ല് ചെയ്യേണ്ടത്, ഏത് അഡ്രസ്സിലാണ് സെൻഡ് ചെയ്യേണ്ടത് എന്നിവയെക്കുറിച്ചൊക്കെ എല്ലാ കാര്യങ്ങളും ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളും BROയിലേക്ക് അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, നിങ്ങളുടെ ഏജ് ലിമിറ്റ്, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വെച്ച് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതിനുവേണ്ടി ഡീറ്റെയിൽ വീഡിയോ നിങ്ങളൊന്ന് കണ്ടിരിക്കണം. എന്നാലും ഈ ഒരു വീഡിയോയിൽ കൂടി തന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. അതായത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ അതോ ഇല്ലയോ എന്നതിനെക്കുറിച്ച്, അതോടൊപ്പം തന്നെ ഫോം ഫില്ല് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഞാൻ പറയുന്ന രീതിയിൽ തന്നെ നിങ്ങൾ ഫോം ഫില്ല് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഫോം ഒരിക്കലും റിജക്റ്റ് ആവത്തില്ല. പ്രോപ്പറായിട്ട് ഫോം ഫില്ല് ചെയ്തില്ല എങ്കിൽ 100% നിങ്ങളുടെ ഫോം റിജക്റ്റ് ആവുന്നതായിരിക്കും. വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലും എത്തിയിരിക്കണം. മിക്ക കുട്ടികളും അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കണ്ടൻറ്റാണ് BRO എന്ന് പറയുന്ന ഫോഴ്സിലേക്ക് ഫോം ഫില്ല് ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നതിനെക്കുറിച്ച്. നിങ്ങളും ഒരു ഡിഫൻസ് ജോബാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുക, റൈറ്റ് സൈഡിലെ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അപ്ഡേറ്റ് ആയിട്ട് വരുന്ന എല്ലാ വീഡിയോസും കാണുക. നിങ്ങൾക്കൊരു ഡിഫൻസ് ജോബ് കിട്ടുന്നിടം വരെയെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾ ഫോളോ ചെയ്തിരിക്കണം. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. സോ സിറ്റ് ബാക്ക്, റിലാക്സ്, എൻജോയ് ദ വീഡിയോ. കേരറ്റ്സ്, അപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഈ ഒരു ഫോഴ്സിൻ്റെ ബേസിക് അപ്ഡേറ്റ് എല്ലാം ഞാൻ ഷെയർ ചെയ്യാം. ആൾറെഡി ഇത് നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ ഷെയർ ചെയ്ത ഇന്നത്തെ വീഡിയോയുടെ മെയിൻ കണ്ടൻറ്റ് എന്താണെന്ന് പറഞ്ഞാൽ എങ്ങനെ നമ്മൾക്ക് ഫോം ഫില്ല് ചെയ്യാം എന്നതിനെക്കുറിച്ചിട്ടുള്ള അപ്ഡേറ്റഡ് കാര്യങ്ങളാണ്. പിന്നെ ഫോം തെറ്റായി നിങ്ങൾ പൂരിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് ലഭിക്കത്തില്ല. തെറ്റായി ഫില്ല് ചെയ്താൽ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് വരത്തില്ല. 100% ഗ്യാരൻറ്റിയോടെ ഞാൻ പറയുകയാണ്. അതുകൊണ്ട് തെറ്റിക്കരുത്. പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത്, സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഞാൻ പറയാം, നോട്ടിഫിക്കേഷനകത്ത് വന്ന ബേസിക് കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നു. ഈ ഒരു വീഡിയോ ചിലപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കുട്ടികൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നതിനെക്കുറിച്ച് അറിയത്തില്ല. അവർക്ക് ചിലപ്പോൾ ടൈം കാണത്തില്ല നമ്മുടെ ഫസ്റ്റ് വീഡിയോ കാണാനായിട്ട് തന്നെ. അതുകൊണ്ടാണ് ബേസിക് കാര്യങ്ങൾ ഞാൻ പറയുന്നത്. ഈ ഒരു വീഡിയോയിൽ കൂടി തന്നെ ബേസിക് കാര്യങ്ങൾ മനസ്സിലായാൽ പിന്നെ നിങ്ങൾക്ക് ഫസ്റ്റ് വീഡിയോ കാണേണ്ട ആവശ്യമില്ല. മനസ്സിലായില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടിരിക്കണം. അതിനകത്ത് എല്ലാ കാര്യങ്ങളും ഞാൻ പറയുന്നുണ്ട്. കുട്ടികളെ നോക്കൂ, അഡ്വർടൈസ്മെൻറ്റ് നമ്പർ 01/2026 ആണ്. ഈ ഒരു ഇൻടേക്കിൻ്റെ ബേസിക് അപ്ഡേറ്റഡ് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ഈ ട്രേഡ്സിലേക്കൊക്കെയാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. നിങ്ങൾക്കിവിടെ പോസ്റ്റ് ആൻഡ് ട്രേഡ് കാണാം, കാറ്റഗറി വൈസും കാണാം, എത്ര വേക്കൻസി ഉണ്ട് എന്നതിനെക്കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ്. ഇനി ഫോം ഫില്ലിംഗ് ആൾറെഡി സ്റ്റാർട്ട് ആയിട്ടുണ്ട്. 21 മെയ് ആണ്. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ 4 ജൂലൈ ആണ്. ഈ ഒരു ഡേറ്റ് മുന്നേ തന്നെ നിങ്ങളുടെ ഫോം അവിടെ എത്തിയിരിക്കണം കേട്ടോ കുട്ടികളെ. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് ആണ് ഏജ് ലിമിറ്റ്. 18 വയസ്സ് മുതൽ 27 വയസ്സ് വരെയുള്ള എല്ലാവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ കാസ്റ്റ് UR ആണെന്നുണ്ടെങ്കിൽ ഏജ് ലിമിറ്റ് ഇതാണ്, OBC ആണെന്നുണ്ടെങ്കിൽ ഇതാണ്, SC/ST ആണെന്നുണ്ടെങ്കിൽ ഇതാണ്. എല്ലാ കുട്ടികളും അവരുടെ ഏജ് ലിമിറ്റ് ചെക്ക് ചെയ്യുക. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് ആണ് സെലക്ഷൻ പ്രോസസ്സ്. സ്ക്രൂട്ടിനി ഓഫ് ആപ്ലിക്കേഷൻ ആണ് സ്റ്റാർട്ടിംഗ് പ്രോസസ്സ്. അതിനുശേഷം റിട്ടൺ എക്സാം, സ്കിൽ ടെസ്റ്റ്, ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ, മെഡിക്കൽ, ജോയിനിങ് ലെറ്റർ. സ്ക്രൂട്ടിനി ഓഫ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആദ്യം നിങ്ങൾ ഫോം എല്ലാം ഫില്ല് ചെയ്യുന്നു. അതിനുശേഷം ഞാൻ പറയുന്ന അഡ്രസ്സിൽ നിങ്ങൾ ഫോം സെൻഡ് ചെയ്യുന്നു. ഫോം എല്ലാം അവിടെ ചെല്ലുന്നു, ആ ഒരു ഓഫീസിൽ. അവർ പിന്നെ ആ ഒരു ആപ്ലിക്കേഷൻ ഫോം എല്ലാം എടുത്തിട്ട് അതിനകത്തുനിന്ന് വേർതിരിച്ചിട്ടാണ് ഓരോ കുട്ടികൾക്കും അഡ്മിറ്റ് കാർഡ് അയക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് അവർ അഡ്മിറ്റ് കാർഡ് അയക്കുമ്പോൾ ശ്രദ്ധിക്കുന്നത്, ഏത് ബേസിലായിരിക്കും നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് വരാൻ പോകുന്നത് എന്നീ കാര്യങ്ങൾ ആ പ്രീവിയസ് വീഡിയോസിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് നമ്മുടെ മെയിൻ കണ്ടൻറ്റിലോട്ട് പോകാം. നോക്കൂ കുട്ടികളെ, ഫോം ഫില്ല് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. വീഡിയോ നിങ്ങൾ ഫുൾ കാണണം. ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് എല്ലാം അറിയാൻ പറ്റുന്നതായിരിക്കും. നോക്കൂ, ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ് ആപ്ലിക്കേഷൻ ഫോം എവിടെ നിന്നാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ്. ആൾറെഡി നോട്ടിഫിക്കേഷൻ വന്ന PDF-ൻ്റെ കൂടെ തന്നെ ഉണ്ട്. അതിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. 31 പേജ് മുതലാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോം ലഭിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ആപ്ലിക്കേഷൻ ഫോം ഇല്ല, അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്യാൻ ടൈം ഇല്ല എങ്കിൽ നിങ്ങൾ ഒട്ടും പേടിക്കേണ്ട. ആൺ ഡിഫൻസ് അക്കാഡമിയുടെ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണാം. അവിടെ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ അപ്ലോഡ് ആയതിനു ശേഷം ഫോം ഫില്ല് ചെയ്യുന്നതിൻ്റെ ആ ഒരു ആപ്ലിക്കേഷൻ ഫോമിൻ്റെ PDF നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നതായിരിക്കും. അത് ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കണം. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ് A4 സൈസിൽ നിങ്ങൾ പ്രിൻ്റ് ഔട്ട് എടുത്തിരിക്കണം. പിന്നെ അതിനകത്ത് ടോട്ടൽ നിങ്ങൾക്ക് 5 പേജ് ലഭിക്കുന്നതായിരിക്കും. എന്താണ് കുട്ടികൾ? 5 പേജ്. പേജ് 1, 2, 3 ഇതെല്ലാം നിങ്ങൾ സിംഗിൾ പേജിൽ തന്നെ എടുക്കണം.
4 and 5 ആണ് നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് വരാൻ പോകുന്നത്. അപ്പോൾ 4 and 5 നിങ്ങൾ പ്രിൻ്റ് ഔട്ട് എടുക്കുമ്പോൾ 4 എന്ന് പറഞ്ഞാൽ വൺ സൈഡിലായിരിക്കണം, 5ൻ്റെ പേജ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിരിക്കണം. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ എത്ര പ്രിൻ്റ് ഔട്ടാണ് എടുക്കേണ്ടത്? ടോട്ടൽ 4 പേപ്പർ നിങ്ങൾ പ്രിൻ്റ് ഔട്ട് എടുത്തിരിക്കണം. എന്നിട്ട് വേണം നിങ്ങൾ ഫില്ല് ചെയ്ത് അയക്കേണ്ടത്. ആദ്യത്തെ 3 പേജിൻ്റെയും സിംഗിൾ വേണം പ്രിൻ്റ് ഔട്ട് എടുക്കേണ്ടത്. അതിൻ്റെ ബാക്ക് സൈഡിൽ ഒന്നും വരാൻ പാടില്ല. 1 2 3 4 ആണ് നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് വരാൻ പോകുന്നത്. 4ൻ്റെ ഫ്രണ്ടിൽ അഡ്മിറ്റ് കാർഡ്, അതിൻ്റെ ബാക്ക് സൈഡിലും പിന്നെ ഞാൻ ഇനി പറയുന്ന പേജ് നിങ്ങൾ പ്രിൻ്റ് ഔട്ടായിട്ട് എടുത്തിരിക്കണം. ക്ലിയർ? അപ്പോൾ ടോട്ടൽ 4 പേപ്പറാണ് നിങ്ങൾ പ്രിൻ്റ് ഔട്ടായിട്ട് എടുക്കേണ്ടുന്നത്. ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ്, ഈ ആപ്ലിക്കേഷൻ ഫോം എല്ലാം ഫില്ല് ചെയ്തതിന് ശേഷം ഏത് അഡ്രസ്സിലേക്കാണ് നിങ്ങൾ സെൻഡ് ചെയ്യേണ്ടത്. ഫ്രം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അഡ്രസ്സ്, ടു എന്ന് പറഞ്ഞാൽ ഏത് അഡ്രസ്സിലേക്കാണോ നിങ്ങൾ അയക്കുന്നത് ആ ഒരു അഡ്രസ്സ് ഏതാണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇതാണ് കുട്ടികൾ ആ ഒരു അഡ്രസ്സ്. കമാൻഡൻറ്റ്, ഗ്രിഫ് സെൻറ്റർ, ഡിജി ക്യാമ്പ്, പൂനെ. ഇതാണ് അഡ്രസ്സ്. ഈ ഒരു അഡ്രസ്സിലേക്ക് വേണം നിങ്ങൾ സെൻഡ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ആണ് ആപ്ലിക്കേഷൻ ഫീസ്. ഫീസ് എത്രയാണോ വരുന്നത് അത് നിങ്ങൾ ഓൺലൈൻ ത്രൂ ആണ് സെൻഡ് ചെയ്യേണ്ടത്. ഓൺലൈൻ ത്രൂ നിങ്ങൾ ഫീസ് അടച്ചതിന് ശേഷം അതിനകത്ത് കുറച്ച് റെഫറൻസ് നമ്പർ കിട്ടും. ആ റെഫറൻസ് നമ്പർ നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഫോമിനകത്ത് ഫില്ല് ചെയ്യണം. ഇനി പേയ്മെൻറ്റ് അടച്ചതിന് ശേഷം കിട്ടുന്ന റിസീപ്റ്റും നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഫോം അയക്കില്ല, അതിനകത്ത് വെച്ച് വേണം നിങ്ങൾ അയക്കേണ്ടുന്നത്. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് ആണ് നോക്കൂ കുട്ടികളെ. ആപ്ലിക്കേഷൻ ഫീസ് മനസ്സിലായില്ല നിങ്ങൾക്ക്? ഓൺലൈൻ ത്രൂ ആണ് നിങ്ങൾ അയക്കേണ്ടത്. അതിൻ്റെ ലിങ്കും കാര്യങ്ങളും എല്ലാം വളരെ ക്ലിയർ ആയിട്ട് ഇവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ഗ്രിഫ്. ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് ആണ്, നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോം ഉണ്ടല്ലോ, ഇതാണ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോം എന്ന് വിചാരിക്കുക. ദാറ്റ് മീൻസ് ആ ഒരു എൻവലപ്പ്, ആപ്ലിക്കേഷൻ ഫോം എല്ലാം ഫില്ല് ചെയ്തിട്ട് നിങ്ങളുടെ ആ ഒരു എൻവലപ്പ് ഉണ്ടല്ലോ, ആ എൻവലപ്പിൻ്റെ മുകളിൽ നിങ്ങൾ ഈ അഡ്രസ്സ് എഴുതണം. ആപ്ലിക്കേഷൻ ഫോർ നിങ്ങൾ ഏത് ട്രേഡിലേക്കാണോ അപ്ലൈ ചെയ്യുന്നത് ആ ഒരു ട്രേഡ് എഴുതണം. അണ്ടർ കാറ്റഗറി അത് നിങ്ങൾ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്യണം. ഏതാണ് നിങ്ങളുടെ കാറ്റഗറി അത് നിങ്ങൾ ഇവിടെ തന്നെ കറക്റ്റായിട്ട് എഴുതണം. എന്താണ്? ആപ്ലിക്കേഷൻ ഫോർ എന്നും പറഞ്ഞിട്ട് ഏതാണോ നിങ്ങളുടെ പോസ്റ്റ് പിന്നെ കാറ്റഗറിയും കറക്റ്റായിട്ട് മെൻഷൻ ചെയ്യണം. അതിന് താഴെയാണ് പിന്നെ നിങ്ങൾ ടു അഡ്രസ് മെൻഷൻ ചെയ്ത് അയക്കേണ്ടുന്നത്. ക്ലിയർ? അത് കറക്റ്റായിട്ട് നിങ്ങളിവിടെ എഴുതിയിരിക്കണം. പിന്നെ കോപ്പീസ് ഓഫ് സർട്ടിഫിക്കറ്റ് ഫോർ പ്രൂഫ് ഓഫ് റെസിഡൻസ്, അതായത് ഈ ആപ്ലിക്കേഷൻ ഫോം വെച്ചിട്ട് ഇൻവെലപ്പ് നിങ്ങൾ അയക്കുമല്ലോ, ആപ്ലിക്കേഷൻ ഫോമിനോടൊപ്പം തന്നെ ഏതൊക്കെ ഡോക്യുമെൻ്റാണ് വെക്കേണ്ടതെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. നോക്കൂ കുട്ടികളെ, നിങ്ങളുടെ റെസിഡൻസ് സർട്ടിഫിക്കറ്റ്, പിന്നെ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, ഡേറ്റ് ഓഫ് ബർത്ത് സർട്ടിഫിക്കറ്റ്, കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, പിന്നെ EWS സർട്ടിഫിക്കറ്റ്, ഇതിൻ്റെ എല്ലാം കോപ്പി അതിനകത്ത് വെച്ച് വേണം നിങ്ങൾ അയക്കേണ്ടത്. പിന്നെ എല്ലാ കോപ്പിയും നിങ്ങൾ അറ്റസ്റ്റ് ചെയ്തിരിക്കണം. ഓക്കെ? നിങ്ങൾക്ക് സെൽഫ് അറ്റസ്റ്റ് ചെയ്യാവുന്നതാണ്. സെൽഫ് അറ്റസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ അറ്റസ്റ്റ് ചെയ്ത് അയക്കണം. ഇത്രയും ഡോക്യുമെൻറ്റ് നിങ്ങൾ തീർച്ചയായിട്ടും അയച്ചിരിക്കണം അതിൻ്റെ കൂടെ വെച്ചിട്ട്. റെസിഡൻസ് സർട്ടിഫിക്കറ്റ്, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, ഡേറ്റ് ഓഫ് ബർത്ത്, കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, പിന്നെ EWS സർട്ടിഫിക്കറ്റ്, ഇതെല്ലാം ആ ഒരു ഡോക്യുമെൻറ്റിനകത്ത് വെച്ചിട്ട് വേണം നിങ്ങൾ സെൻഡ് ചെയ്യേണ്ടുന്നത്. ക്ലിയർ ആയാലോ? ഇത്രയും ബേസിക് കാര്യങ്ങളാണ്, ഇത്രയും നിങ്ങൾ അറിയേണ്ടുന്നതാണ്. മനസ്സിലായല്ലോ കുട്ടികളെ? നോക്കൂ, ഒരു കാര്യം നിങ്ങൾ മറക്കരുത്. എന്താണ് അത്? ഞാൻ പറഞ്ഞു തരാം. ഈ പറഞ്ഞിരിക്കുന്നത് കാൻഡിഡേറ്റ്സ് ആർ അഡ്വൈസ്ഡ് ടു സൂപ്പർസ്ക്രൈബ് ദ വേർഡ് ആപ്ലിക്കേഷൻ ഫോർ ഓൺ ദ ടോപ്പ് ഓഫ് ദ എൻവലപ്പ് വൈൽ സെൻഡിങ് ദ ആപ്ലിക്കേഷൻ ഫോം. ആപ്ലിക്കേഷൻ ഫോം അയക്കുന്ന എൻവലപ്പിൻ്റെ ടോപ്പിൽ തന്നെ എന്താണ്? ടോപ്പിൽ നിങ്ങൾ ഇത് കറക്റ്റായിട്ട് എഴുതിയിരിക്കണം. ആപ്ലിക്കേഷൻ ഫോർ ഏത് ട്രേഡാണോ പിന്നെ അണ്ടർ കാറ്റഗറി അത് നിങ്ങൾ മെൻഷൻ ചെയ്യണം. UR എങ്കിൽ UR, SC എങ്കിൽ SC അതുകൂടി നിങ്ങൾ എഴുതിയിരിക്കണം. ക്ലിയർ ആയാലോ? ഐ ഹോപ്പ് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി കാണുമെന്ന്. വീഡിയോ കുറച്ച് ലെങ്തി ആയിരിക്കും, പക്ഷേ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും. വേറെ ഒരു പ്ലാറ്റ്ഫോമിലും പോയി ഇത് റിലേറ്റഡ് വീഡിയോ കാണേണ്ട ആവശ്യം നിങ്ങൾക്ക് വരത്തില്ല 100%. ഇനി നമുക്ക് നോക്കാം ആപ്ലിക്കേഷൻ ഫോമിലോട്ട്. നോക്കൂ കുട്ടികളെ, എന്തൊക്കെയാണ് ഫില്ല് ചെയ്യേണ്ടതെന്നതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരാം. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോ കാര്യങ്ങളും പറയുന്നതായിരിക്കും. ഇതാണ് നിങ്ങളുടെ പേജ് 1. ഇതിൻ്റെ താഴെയുണ്ട്, നോക്ക്, ഇതും കൂടെ ചേർന്നിട്ടാണ് പേജ് 1 ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഇതിനകത്ത് ഫില്ല് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു തരാം. നോക്കൂ കുട്ടികളെ, കൺട്രോൾ നമ്പർ, ഇത് നിങ്ങളൊന്നും ചെയ്യേണ്ട, ഒഫീഷ്യൽ യൂസാണ്, അവരാണ് ഇവിടെ ഫില്ല് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ആണ് നെയിം ഓഫ് പോസ്റ്റ്. പിന്നെ ഒരു കാര്യം പറഞ്ഞിരിക്കണം, നിങ്ങൾ ക്യാപിറ്റൽ ലെറ്ററിൽ വേണം ഇവിടെ ഫില്ല് ചെയ്യേണ്ടത്. എന്താണ്? ക്യാപിറ്റൽ ലെറ്ററിൽ വേണം നിങ്ങൾ ഫോം ഫില്ല് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ആണ് നെയിം ഓഫ് പോസ്റ്റ്. ഏത് പോസ്റ്റിലേക്കാണോ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് അതിവിടെ വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്യണം. ഡ്രാഫ്റ്റ്മാൻ, ക്ലർക്ക് ഏതാണോ അതിവിടെ മെൻഷൻ ചെയ്യണം. കോഡ് നമ്പർ ഓഫ് പോസ്റ്റ് ഇൻ അഡ്വർടൈസ്മെൻറ്റ്, അതായത് നോട്ടിഫിക്കേഷനകത്ത് പോസ്റ്റിൻ്റെ കോഡുണ്ട്. ആ നോട്ടിഫിക്കേഷൻ എടുത്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും 1 2 3 എന്ന്. ആ കോഡ് ഏതാണോ അത് നിങ്ങൾ കറക്റ്റായിട്ട് ഇവിടെ മെൻഷൻ ചെയ്യണം. ഇവിടെ നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒട്ടിക്കണം. ഫോട്ടോ ഒട്ടിക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇവിടെ നിങ്ങൾ സിഗ്നേച്ചർ ചെയ്തിരിക്കണം. അതായത് പകുതി വെളിയിൽ സിഗ്നേച്ചർ, പകുതി ഫോട്ടോയ്ക്കകത്ത്, ഇങ്ങനെ നിങ്ങൾ സിഗ്നേച്ചർ ചെയ്തിരിക്കണം. ക്ലിയർ? പിന്നെ ഏതാണോ നിങ്ങളുടെ കാറ്റഗറി അത് നിങ്ങൾ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്യണം. UR എങ്കിൽ UR, EWS എങ്കിൽ EWS, അത് നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ മെൻഷൻ ചെയ്യണം. കേട്ടോ കുട്ടികളെ? നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് ആണ് വെദർ സൺ ഓഫ് എക്സ് സർവീസ് മാൻ, അതായത് നിങ്ങളുടെ ഫാദർ ആർമിയിൽ സർവീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്കിവിടെ മെൻഷൻ ചെയ്യാവുന്നതാണ്.
എസ് എന്ന് നിങ്ങൾക്ക് കൊടുക്കാം, ഇല്ലയെന്നുണ്ടെങ്കിൽ നോ എന്ന് കൊടുക്കണം. പിന്നെ വെദർ സൺ സർവിങ് റിട്ടയർഡ് ഗ്രിഫ്, അതായത് നിങ്ങളുടെ ഫാദർ ഗ്രിഫിൽ സർവീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അപ്ഡേറ്റ് നിങ്ങളിവിടെ എസ് എന്ന് കൊടുക്കണം. നെക്സ്റ്റ് ആണ് വെദർ എനി ബ്രദർ, നിങ്ങളുടെ ബ്രദർ അങ്ങനെ സർവീസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കറക്റ്റായിട്ട് ഇവിടെ മെൻഷൻ ചെയ്യണം. എസ് എങ്കിൽ എസ് എന്ന് കൊടുക്കണം. പിന്നെ NCC സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ മെൻഷൻ ചെയ്യണം. ഏത് സർട്ടിഫിക്കറ്റാണ് നിങ്ങളുടെ അത് നിങ്ങൾ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്യണം. പിന്നെ നിങ്ങൾ ജമ്മു ആൻഡ് കാശ്മീരിൽ താമസിക്കുന്ന ഒരു കേഡറ്റാണ്, നിങ്ങൾ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്യണം. നിങ്ങൾ സ്പോർട്സ് മാൻ ആണോ അത് നിങ്ങൾ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്യണം. എസ് എങ്കിൽ എസ് എന്ന് കൊടുക്കണം, നോ എങ്കിൽ നോ എന്ന് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. അതെല്ലാം നിങ്ങളിവിടെ കറക്റ്റായിട്ട് ഫില്ല് ചെയ്യണം. ഇനി നെക്സ്റ്റ് ആണ് ഇഫ് യെസ് ഫോർ അബവ് കോളം 5th റൈറ്റ് 1 ഫോർ സ്റ്റേറ്റ് ലെവൽ ആൻഡ് അബൌട്ട് 2 ഫോർ ഡിസ്ട്രിക്ട് ലെവൽ ആൻഡ് 3 ഫോർ യൂണിവേഴ്സിറ്റി ലെവൽ. അതായത് ഇവിടെ നിങ്ങൾക്ക് കാണാം ആർ യു എ സ്പോർട്സ്മാൻ, നിങ്ങൾ സ്പോർട്സ്മാൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ എസ് എന്ന് നിങ്ങൾ ടിക്ക് ചെയ്യുന്നു. അതിനുശേഷം നിങ്ങൾ സ്റ്റേറ്റ് ലെവലാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്തതെങ്കിൽ നിങ്ങളിവിടെ 1 എന്ന് കൊടുക്കണം. ഡിസ്ട്രിക്ട് ലെവലെങ്കിൽ 2 എന്ന് കൊടുക്കണം. അതേപോലെ യൂണിവേഴ്സിറ്റി ലെവലെങ്കിൽ ഇവിടെ നിങ്ങൾ 3 എന്ന് മെൻഷൻ ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായാലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഓഫീസ് നമ്പറിൽ. പിന്നെ അതിന് താഴെ ലെങ്ത് ഓഫ് സർവീസ് ESM, എക്സ് സർവീസ് മാൻ, അതായത് നിങ്ങളൊരു എക്സ് സർവീസ് മാൻ ആണെന്നുണ്ടെങ്കിൽ എത്ര വർഷമാണ് നിങ്ങൾ ആർമിയിൽ അല്ലെങ്കിൽ നേവിയിൽ എയർഫോഴ്സിൽ സർവീസ് ചെയ്ത് ആ സർവീസ് ഇവിടെ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്യണം. നെക്സ്റ്റ് ആണ് വെയിറ്റേജ് മാർക്സ്. വെയിറ്റേജ് മാർക്സ് എന്താണെന്ന് പറഞ്ഞാൽ കുട്ടികളെ ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞു തരാം. നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനകത്ത് നിങ്ങൾക്ക് എത്ര പെർസെൻറ്റേജ് ആണോ കിട്ടിയത് അത് നിങ്ങൾ കറക്റ്റായിട്ട് എഴുതണം. പിന്നെ ആഡ് ക്ലെയിംഡ് ആസ് പെർ കോളം 5, അതായത് ഇവിടെ നമ്മൾ അഡീഷണൽ പറഞ്ഞിട്ടുണ്ടല്ലോ, നോക്കൂ ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന കോളത്തിൽ നിങ്ങൾക്ക് അഡീഷണൽ മാർക്ക് ലഭിക്കുന്നതായിരിക്കും നിങ്ങൾ എസ് എന്ന കോളത്തിൽ ടിക്ക് ചെയ്യുകയാണെങ്കിൽ. ഓരോ കാറ്റഗറിക്കും സെപ്പറേറ്റ് മാർക്കാണ്, അത് നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്. നോട്ടിഫിക്കേഷനകത്ത് കോളമുണ്ട്. എക്സ് സർവീസ് മാൻ ആണെന്നുണ്ടെങ്കിൽ എത്ര പെർസെൻറ്റേജ് ആണ്, NCC A സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ എത്ര പെർസെൻറ്റേജ് ആണ്, 5%, 10% എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിനകത്ത് ഏത് കാറ്റഗറിയിലാണോ വരുന്നുണ്ടെങ്കിൽ എസ് എന്ന് ടിക്ക് ചെയ്യണം. അതനുസരിച്ച് നോട്ടിഫിക്കേഷൻ നോക്കിയിട്ട് ആ പെർസെൻറ്റേജ് മാർക്ക് ഇവിടെ നിങ്ങൾ ആഡ് ചെയ്യണം. 10 എങ്കിൽ 10%, എന്നിട്ട് രണ്ടും കൂടെ കൂട്ടിയിട്ട് ഇവിടെ 80% എന്ന് മെൻഷൻ ചെയ്യണം. ക്ലിയർ ആയല്ലോ? ഇനി നെക്സ്റ്റ് ആണ് വെദർ ബിലോങ്സ് ടു എക്കണോമിക്കലി വീക്കർ സെക്ഷൻ. EWS ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ EWS എന്ന് മെൻഷൻ ചെയ്യണം, EWS കാറ്റഗറിയിൽ പെടുന്ന കേഡറ്റ് ആണെങ്കിൽ. നെക്സ്റ്റ് ആണ് നെയിം ഓഫ് കാൻഡിഡേറ്റ്. ബ്ലോക്ക് ലെറ്റേഴ്സ് ക്യാപിറ്റൽ ലെറ്ററിൽ വേണം എഴുതേണ്ടത് ആസ് പെർ 10th മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റിൽ. 10ാം ക്ലാസ്സിൽ നിങ്ങളുടെ ഏത് നെയിമാണോ ഉള്ളത് അതേ നെയിം തന്നെ കറക്റ്റായിട്ട് നിങ്ങളിവിടെ എഴുതണം. ഫോർ എക്സാമ്പിൾ ഇപ്പം രഞ്ജിത്ത് R എന്ന നെയിമെങ്കിൽ RENJITH. അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ നെക്സ്റ്റ് നെയിമിന് വേണ്ടി എന്ത് ചെയ്യണം, ഇവിടെ ഒരു ഗ്യാപ്പ് ഇടണം, എന്നിട്ട് അടുത്ത നെയിം സ്റ്റാർട്ട് ചെയ്യാവുള്ളൂ. ക്ലിയർ ആയല്ലോ? പിന്നെ ഫാദേഴ്സ് നെയിം അതും അതേ രീതിയിൽ തന്നെ ക്യാപിറ്റൽ ലെറ്ററിൽ കറക്റ്റായിട്ട് എഴുതണം. ഇനിഷ്യൽ ഉണ്ടെങ്കിൽ ഒരു കോളം വിട്ടിട്ട് വേണം നിങ്ങൾ നിങ്ങളുടെ ഇനിഷ്യൽ മെൻഷൻ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ പേജ് 1 കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ പേജ് 2 ആണ്. ഇതിൻ്റെ എല്ലാം പ്രിൻ്റ് എടുക്കേണ്ടത് ഒറ്റ പേജിലാണ്. ഈ പേജ് 2 പേജ് 1-നകത്ത് ആഡ് ചെയ്യരുത് കേട്ടോ കുട്ടികൾ. മിസ്റ്റേക്ക് ആണെങ്കിൽ ഫോം റിജക്റ്റ് ആവും. പേജ് 1-ൻ്റെ ഒറ്റ പേപ്പർ തന്നെ എടുക്കണം. ഇനി പേജ് 2-ൻ്റെതും ഒറ്റ പ്രിൻ്റ് ഔട്ട് തന്നെ നിങ്ങൾ എടുത്തിരിക്കണം, ഒറ്റ പേപ്പറിൽ. ഡേറ്റ് ഓഫ് ബർത്ത് മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റിൽ, അതായത് 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റിൽ നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്ത് ഏതാണോ അത് അതേ രീതിയിൽ തന്നെ കറക്റ്റായിട്ട് ഇവിടെ മെൻഷൻ ചെയ്യണം. പെർമനൻറ്റ് അഡ്രസ്സ് വിത്ത് പിൻകോഡ് സഹിതം കറക്റ്റായിട്ട് ഇവിടെ നിങ്ങൾ മെൻഷൻ ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ ഇപ്പം ചിറയിൽ വീട് എന്നാണെന്നുണ്ടെങ്കിൽ ചിറയിൽ നിന്ന് എഴുതിയിട്ട് ഒരു സ്പേസ് കൊടുക്കണം, എന്നിട്ട് നിങ്ങൾ വീടെന്ന് മെൻഷൻ ചെയ്യാവുള്ളൂ കേട്ടോ. റീസൺ എന്താണെന്ന് പറഞ്ഞാൽ അഡ്മിറ്റ് കാർഡ് നിങ്ങൾക്ക് ഇങ്ങോട്ട് വരണ്ടേ, അഡ്മിറ്റ് കാർഡ് നിങ്ങൾക്ക് വരണം. പിന്നെ ഒരു കാര്യം കൂടി പറയാൻ ഞാൻ വിട്ടുപോയി, അവർ ഇതിനകത്ത് പറഞ്ഞിട്ടില്ലത്. നിങ്ങൾ അങ്ങോട്ട് സെൻഡ് ചെയ്യുന്ന എൻവലപ്പ് ഉണ്ടല്ലോ, അതിനകത്ത് നിങ്ങളൊരു എക്സ്ട്രാ എൻവലപ്പ് കൂടി വെക്കണം, പ്ലസ് പ്രോപ്പറായിട്ട് നിങ്ങൾ അഡ്രസ്സ് മെൻഷൻ ചെയ്തിട്ട്. അവരത് പറഞ്ഞിട്ടില്ല. അതിനകത്ത് നിങ്ങളുടെ 2 അഡ്രസ്സ് കൂടി മെൻഷൻ ചെയ്തിട്ട് നിങ്ങൾ വെക്കുക. ബെനിഫിറ്റ് ആയിരിക്കും, കാരണം അവിടുന്ന് അഡ്മിറ്റ് കാർഡ് അയക്കുന്നതിന് അവർക്കൊരു ഹെൽപ്പ് ആവുന്നതായിരിക്കും. ഇതിൽ പറഞ്ഞിട്ടില്ല, വെക്കാൻ നിങ്ങൾ ട്രൈ ചെയ്യുക. ഒരു 10 to 20 rupees കൂടി എക്സ്ട്രാ പോത്തേ ഉള്ളൂ, വെക്കുക പരമാവധി. അങ്ങനെയാണ് മിക്ക ഓഫ്ലൈൻ പ്രോസസ്സ് നടക്കുന്നത്. പക്ഷേ ഈ തവണ ഗ്രിഫ് അത് അപ്ഡേറ്റ് ചെയ്തിട്ടില്ല അവരുടെ നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റിനകത്ത് കേട്ടോ കുട്ടികളെ. പിന്നെ പ്രസൻറ്റ് അഡ്രസ്സ് ഇത് തന്നെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഇവിടെ മെൻഷൻ ചെയ്യാവുന്നതാണ്. അതിനുശേഷം ആപ്ലിക്കേഷൻ ഫീസ് ഡീറ്റെയിൽസ്, ഏത് ബാങ്കിൽ കൂടിയാണ് നിങ്ങൾ പേയ്മെൻറ്റ് അയച്ചത് അതിവിടെ മെൻഷൻ ചെയ്യണം. ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്കൊരു റെഫറൻസ് നമ്പർ കിട്ടും, അതിവിടെ മെൻഷൻ ചെയ്യണം. ട്രാൻസാക്ഷൻ ഡേറ്റ് ഇവിടെ മെൻഷൻ ചെയ്യണം. പിന്നെ എമൗണ്ട് ഇവിടെ മെൻഷൻ ചെയ്യണം. ഇത് പേജ് 2 ആണ്. ഈ പേജ് 2-ൻ്റെ തന്നെ ഇനിയും ബാലൻസ് ഉണ്ട്. ഇതാണ് പേജ് 2-ൻ്റെ ബാലൻസ് ആയിട്ടുള്ളത്. ഇത്രയും പേജ് 2-ലാണ് വരുന്നത്. നമ്മളിത് കട്ട് ചെയ്ത് വെച്ചതേ ഉള്ളൂ. അതിൻ്റെ കൂടെ തന്നെയാണ് എസെൻഷ്യൽ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ. ഏതാണോ നിങ്ങൾ പാസ്സായിരിക്കുന്നത്, 10th എങ്കിൽ 10th എന്ന് മെൻഷൻ ചെയ്യണം. ഇയർ ഓഫ് പാസിങ് അത് മെൻഷൻ ചെയ്യണം. ഏത് ബോർഡാണെന്ന് അത് നിങ്ങൾ മെൻഷൻ ചെയ്യണം. കേരള യൂണിവേഴ്സിറ്റി എങ്കിൽ അത്. പിന്നെ സബ്ജക്റ്റ് ഇവിടെ മെൻഷൻ ചെയ്യണം, മാർക്ക് ഇവിടെ മെൻഷൻ ചെയ്യണം. പിന്നെ
പെർസെൻറ്റേജ് ഇവിടെ നിങ്ങൾ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്യണം. ക്ലിയർ? പിന്നെ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ അതേ രീതിയിൽ തന്നെ അതിവിടെ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്യണം. ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് നിങ്ങളിവിടെ മെൻഷൻ ചെയ്യണം. എല്ലാ കാര്യങ്ങളും ഏതാണെന്ന്, ലൈറ്റ് ആണോ, ഹെവി ആണോ, ഡേറ്റ് ഓഫ് ഇഷ്യൂയിങ് അതോറിറ്റി, വാലിഡിറ്റി റിന്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അപ്ഡേറ്റ്സും ഇവിടെ കറക്റ്റായിട്ട് എല്ലാ കുട്ടികളും മെൻഷൻ ചെയ്യണം. ഇത്തരമാണ് പേജ് 2-ൽ വരുന്നത്. ഇതിൻ്റെ നിങ്ങൾ പ്രിൻ്റ് ഔട്ട് എടുത്തിരിക്കണം, ഓൺലി സിംഗിൾ പേപ്പറിൽ, അതായത് സിംഗിൾ പേജിൽ. ഇനി പേജ് 3 നമുക്ക് നോക്കൂ കുട്ടികളെ. പേജ് 3യുടെ നോക്കൂ. ടോട്ടൽ എക്സ്പീരിയൻസ്, നിങ്ങൾ എവിടെയെങ്കിലും വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നെയിം ആൻഡ് അഡ്രസ് ഓഫ് എംപ്ലോയേഴ്സ് അത് നിങ്ങൾ കറക്റ്റായിട്ട് ഇവിടെ മെൻഷൻ ചെയ്യണം. എത്ര നാൾ നിങ്ങൾ അവിടെ വർക്ക് ചെയ്തു, എന്തായാലും നിങ്ങളുടെ വർക്ക്, സാലറി പെർമനൻ്റ് ആണോ അതോ ടെമ്പററി ആണോ നിങ്ങളിവിടെ മെൻഷൻ ചെയ്യണം. പിന്നെ നിങ്ങൾ BROയിൽ എങ്ങണം ലേബർ അല്ലെങ്കിൽ അല്ലാതെ ഏതെങ്കിലും ക്രൈറ്റീരിയയിൽ നിങ്ങളവിടെ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ഇവിടെ മെൻഷൻ ചെയ്യണം. ഈ ഒരു കാര്യം പേജ് 1-ലും ചോദിച്ചിട്ടുണ്ട്. CPL എക്സ്പീരിയൻസ് അത് നിങ്ങൾക്ക് അവിടെ കാണാവുന്നതാണ് കേട്ടോ. ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇവിടെ മെൻഷൻ ചെയ്യാവുന്നതാണ്. ഏത് യൂണിറ്റിലാണ് നിങ്ങൾ വർക്ക് ചെയ്ത്, പീരീഡ് മെൻഷൻ ചെയ്യണം, എന്ന് മുതൽ എന്ന് വരെയാണെന്ന്, ടോട്ടൽ മന്ത് ആൻഡ് ഇയർ മെൻഷൻ ചെയ്യണം, ഏത് ട്രേഡിലാണ് വർക്ക് ചെയ്യുന്നത് മെൻഷൻ ചെയ്യണം, പ്രസൻറ്റ് സ്റ്റാറ്റസ് എന്താണ്, ഇപ്പോൾ നിങ്ങൾ അവിടെ ഉണ്ടോ അതോ നിങ്ങൾ വിട്ടോ, അത് നിങ്ങൾ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്യണം. പിന്നെ നിങ്ങളുടെ കോൺടാക്ട് മൊബൈൽ നമ്പർ ആധാർ കാർഡ് കൊണ്ട് ലിങ്ക് ആയിട്ടുള്ളത് നിങ്ങളിവിടെ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്യണം. വേറെ ഏതെങ്കിലും ആൾട്ടർനേറ്റീവ് മൊബൈൽ നമ്പർ കൂടി നിങ്ങളിവിടെ കൊടുത്തിരിക്കണം. ആധാർ കാർഡ് നമ്പർ നിങ്ങളിവിടെ മെൻഷൻ ചെയ്യണം. നിങ്ങളുടെ മെയിൽ ID നിങ്ങളിവിടെ മെൻഷൻ ചെയ്യണം. ക്യാപിറ്റൽ ലെറ്റർ വളരെ ക്ലിയർ ആയിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ആധാർ കാർഡിൻ്റെ കോപ്പി നിങ്ങൾ ഇതിനകത്ത് വെച്ചിട്ട് വേണം സെൻഡ് ചെയ്യേണ്ടത്. ഇത് പേജ് 3 ആണ് കുട്ടികളെ. ഇനി പേജ് 3-ൽ അതേപോലെ തന്നെ ബാക്കി വരുന്ന അപ്ഡേറ്റ് ആണ്. ഇവിടെ ഡിക്ലറേഷൻ ഫോം ഉണ്ട്. ഇവിടെ നിങ്ങൾ പ്ലേസ് എഴുതണം നിങ്ങളുടെ, അതിനുശേഷം ഡേറ്റ് മെൻഷൻ ചെയ്യണം. ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് തമ്പ് ഇംപ്രഷൻ ഇവിടെ കൊടുക്കണം. പിന്നെ ഇവിടെ കാൻഡിഡേറ്റ് സിഗ്നേച്ചർ ചെയ്തിരിക്കണം. ഇത്രയുമാണ് പേജ് 3 വരുന്നത്. ഈ പേജ് 1, 2, 3 ഇതെല്ലാം ഒറ്റ പേപ്പറിൽ തന്നെ പ്രിൻ്റ് എടുത്തിട്ട് ഇതേ രീതിയിൽ തന്നെ എല്ലാ കുട്ടികളും ഫില്ല് ചെയ്തിരിക്കണം. ഇനി പേജ് 4 ആണ്. ഇതാണ് നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡായിട്ട് വരാൻ പോകുന്നത്. ഈ പേജ് 4-ൻ്റെ ബാക്കിൽ തന്നെയാണ് പേജ് 5 എടുക്കേണ്ടത്. ക്ലിയർ ആയാലോ? പേജ് 4-ൽ നോക്കൂ കുട്ടികളെ, ഇത് ഓഫീസ് യൂസ് ആണ്. ഇവിടെ നിങ്ങളൊന്നും ചെയ്യണ്ട. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ഫോട്ടോ ഒട്ടിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ പകുതി സിഗ്നേച്ചർ വെളിയിലും പിന്നെ പകുതി അകത്തും. അതിനുശേഷം നിങ്ങളുടെ നെയിം ഇവിടെ മെൻഷൻ ചെയ്യണം. പിന്നെ ഫാദർ നെയിം ഇവിടെ മെൻഷൻ ചെയ്യണം. ഇതും പേജ് 4 ആണ്. അതിൻ്റെ താഴെ വരുന്നതാണ് കേട്ടോ. ഹൗസ് നമ്പർ, വില്ലേജ്, തഹസിൽ, സ്റ്റേറ്റ്, ആധാർ നമ്പർ, പോസ്റ്റ് ഓഫീസ്, ഡിസ്ട്രിക്ട്, പിൻകോഡ്, കോൺടാക്ട് നമ്പേഴ്സ്, പിന്നെ നിങ്ങളുടെ സിഗ്നേച്ചർ, ലെഫ്റ്റ് ഹാൻഡ് തമ്പ് ഇംപ്രഷൻ, ഏത് ട്രേഡിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഇവിടെ നിങ്ങൾ മെൻഷൻ ചെയ്തിരിക്കണം. ഇത് പേജ് 4 ആണ്. ഇതാണ് പേജ് 5. ഇത് നിങ്ങളൊന്നും ചെയ്യേണ്ട, അതേ രീതിയിൽ തന്നെ പ്രിൻ്റ് ഔട്ട് എടുത്താൽ മതി. ക്ലിയർ ആയല്ലോ? അതേ രീതിയിൽ തന്നെ നിങ്ങൾ പ്രിൻ്റ് ഔട്ട് എടുത്താൽ മതി. ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ നിന്ന് എല്ലാ കാര്യങ്ങളും മനസ്സിലായി കാണുമെന്ന്. ഒന്നും ഞാൻ സ്കിപ്പ് ചെയ്തിട്ടില്ല. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്തിട്ടുണ്ട്. ഇതേ രീതിയിലുള്ള അപ്ഡേറ്റ്സ് നമ്മുടെ കേരളത്തിൽ ഒരു ചാനലിൽ നിങ്ങൾക്ക് ലഭിക്കത്തില്ല. അതുകൊണ്ട് ഫോളോ ചെയ്യാൻ മറക്കരുത്. എല്ലാം ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മാത്രം അത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും കേട്ടോ കുട്ടികളെ. ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്ന ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. 2026 ജൂൺ മാസം മുതൽ അന ഡിഫൻസ് അക്കാഡമിയിൽ ആരംഭിക്കാൻ പോകുന്ന ക്ലാസ്സുകളുടെ അപ്ഡേറ്റ്സാണ് ഞാൻ പറയാൻ പോകുന്നത്. നേവി, SSR, MR, മെഡിക്കൽ അസിസ്റ്റൻറ്റ്, എയർഫോഴ്സ് XY എന്നിവയുടെ ക്ലാസ്സുകൾ ജൂൺ 15 മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അതേ ദിവസം തന്നെ നമ്മൾ 2026-27 SSCGയുടെ ക്ലാസ്സുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഡെയിലി ലൈവ് ക്ലാസ്, റെക്കോർഡ് ക്ലാസ്, വീക്കിലി 6 days ക്ലാസ്, ഡെയിലി പ്രാക്ടീസ് പേപ്പർ, മോക്ക് ടെസ്റ്റ് ഇതെല്ലാം ലഭിക്കുന്നതായിരിക്കും. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. നേവിയുടെ ക്ലാസ്സിലേക്കും എയർഫോഴ്സിൻ്റെ ക്ലാസ്സിലേക്കും SSCGയുടെ ക്ലാസ്സിലേക്കും ക്ലാസ്സുകൾ ഡിഫറൻ്റ് ആയിട്ടായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ്, ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക്. ക്ലിയർ? പിന്നെ അതേപോലെ തന്നെ മോക്ക് ടെസ്റ്റും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ കുട്ടികളെ അന ഡിഫൻസ് അക്കാഡമി വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യുക. ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ കുട്ടികൾക്ക് ആർക്കെങ്കിലും ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്പർ ഞാൻ ഷെയർ ചെയ്യാം. നോക്കൂ കുട്ടികൾ, ഈ 2 നമ്പർ എല്ലാവരും സേവ് ചെയ്ത് വെക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ക്ലാസ്സിലും ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ട്, ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാം. നേവിയുടെ പ്രോപ്പർ ക്ലാസ്സുകൾ, SSRൻ്റെ പ്രോപ്പർ ക്ലാസ്സുകൾ, MR മെഡിക്കൽ അസിസ്റ്റൻറ്റ്, എയർഫോഴ്സിൻ്റെ കാര്യം പറഞ്ഞാൽ എയർഫോഴ്സ് XY മെഡിക്കൽ അസിസ്റ്റൻറ്റ്, പിന്നെ SSCGയുടെ ക്ലാസ്സുകൾ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ജോയിൻ ചെയ്യുക. 2026-27 നോട്ടിഫിക്കേഷൻ വരാൻ പോവുകയാണ്. ചാൻസ് മിസ്സാക്കരുത്. ഫസ്റ്റ് സ്റ്റേജ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അതായത് 2026 ആദ്യത്തെ 5 മാസം കംപ്ലീറ്റ് ആയി, ഹാഫ് പോർഷൻ കംപ്ലീറ്റ് ആയി. ഇനി ഹാഫ് പോർഷൻ ഉണ്ട്. ഈ ഒരു 6 മാസം നിങ്ങൾ വേസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ഇനിയും നിങ്ങൾക്ക് നല്ല രീതിയിൽ മുന്നോട്ടൊന്ന് പ്രിപ്പറേഷൻ ചെയ്യാനുള്ള ചാൻസ് ഇന്ത്യൻ ഗവൺമെൻറ് തരികയാണ്. വേക്കൻസി ഒത്തിരി വരികയാണ്. അപ്പോൾ അപ്ലൈ ചെയ്യുക, നല്ലപോലെ പഠിച്ച് മുന്നോട്ട് പോവുക. വീഡിയോ ഷെയർ ചെയ്യുക പരമാവധി. നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലും എത്തിയിരിക്കണം. ഇതുപോലെ അപ്ഡേറ്റഡ് കാര്യങ്ങൾ ആരെയും ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വേറെ ഉടനെ കാണാം. താങ്ക് യു സോ മച്ച്. ജയ് ഹിന്ദ്.